സതീശൻ വി എം സുധീരനെ കണ്ടതിന് ശേഷം വി എം സുധീരൻ സംസാരിക്കുന്നു. കേരളത്തിലെ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ പറയുകയാണ് 100 സീറ്റിലധികം കിട്ടും. 100 സീറ്റല്ല, 100-ലധികം സീറ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. ഇത്രയേറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ജനങ്ങളുടെ, പ്രവർത്തകരുടെ, ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ആത്മവിശ്വാസം വളർത്തിയ അണികൾക്ക് ആത്മവിശ്വാസം കൂടുതൽ പകർന്നു കൊടുത്ത ആ ഒരു തീരുമാനം സതീശനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എൻ്റെ ഒരു അനുജൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനം പറഞ്ഞാൽ അതുപോലെ വർഗീയ കക്ഷികളുമായി സന്ധിയില്ല എന്നുള്ള തീരുമാനം, ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ശരിയുമല്ലല്ലോ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്നവർക്ക് അവരെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോയി തൻകാര്യം നേടുന്ന പല സാമുദായിക പ്രമാണിമാരുണ്ടല്ലോ. അവരുടെ ഒന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ, അവർക്ക് കീഴ്പ്പെടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച, അതാണ് സതീശന് ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. സതീശൻ കോൺഗ്രസിനെ ഒന്നിച്ച് ക്യാരി ചെയ്തു. UDF സംവിധാനത്തെ എല്ലാ ഘടകകക്ഷികളെയും അദ്ദേഹം ക്യാരി ചെയ്തു. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചതുപോലെ, ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ UDFലെ എല്ലാവരും ഘടകകക്ഷികളും സതീശനോട് വലിയ താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. അതൊക്കെ തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ഭരണ സംവിധാനത്തിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം, UDFൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം, UDFിൻ്റെ നേതൃത്വത്തിൽ, UDFിൻ്റെ ഘടകകക്ഷികളിൽ, കോൺഗ്രസ് മഹാപ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. സതീശനിൽ നിന്നും കേരളം ഒരുപാട് പ്രതീക്ഷിക്കുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ വികസന രംഗത്ത് ഏറെ മുന്നേറാൻ പറ്റിയിട്ടില്ല. അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളുടെ അവകാശങ്ങൾ പലപ്പോഴും ഹനിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഒരു നവകേരള സൃഷ്ടി, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഒരു പുതുയുഗ സൃഷ്ടി കേരളത്തിലുണ്ടാകാൻ അദ്ദേഹം അതിന് നേതൃത്വത്തിലുള്ള മിനിസ്ട്രിക്ക് സാധിക്കട്ടെ. നീതിപൂർവമായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അധികാരം വരുമ്പോൾ അടുത്ത് കൂടുന്ന ചില ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാരെ കരുതലോടെ കൈകാര്യം ചെയ്യണം. പലർക്കും പറ്റിയ ഉദാഹരണം പറയാം. പിണറായിക്ക് പറ്റിയ പാളിച്ചെന്താ? പുള്ളി അധികാരം ഏൽക്കുന്ന ദിവസം പറഞ്ഞത് അവതാരങ്ങളെ മാറ്റി നിർത്തുമെന്നാണ്. പക്ഷേ സർവ്വ അവതാരങ്ങളും അദ്ദേഹത്തിന് ചുറ്റും കൂടി അദ്ദേഹത്തെ നിലയിലാക്കി. അതാണ് സംഭവിച്ചത്. അതൊരു പാഠമാണ് സതീശൻ. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലൊരു മാതൃകാ ഭരണ സംവിധാനം, ജനാധിപത്യത്തിൽ ജനനന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഇമ്പ്രൂവ് ചെയ്യലാണ്. ആ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുന്നതിന് കേരളം മുൻകാലങ്ങളിൽ നേടിയ നേട്ടം, അടുത്ത കാലത്തല്ല പഴയ കാലത്ത് നേടിയ നേട്ടം, അതിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ അനുജന്, പ്രിയപ്പെട്ട സതീശന് സാധിക്കട്ടെ. നാടിനും ജനങ്ങൾക്കും ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ യുഗം സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഞാൻ വിളിച്ചോളാം.